നമസ്കാരം ഉണ്ടോ മുതലാളി? നമസ്കാരം 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 നമസ്കാരം. ശുക്ലാംബരധരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. തിരുമൽ ദേവാ ഗൺപത് രക്ഷിക്കണേ. ദേവാ ആജിജങ്കാറോ മേൽക്കാ ദൈവമേ എന്ന് കച്ചവടം കിട്ടണേ. തിരുമൽ ദേവാ. ഹലോ വെങ്കടേശ്വരപ്പായി, സ്വർണത്തിന് മാർക്കറ്റ് എങ്ങനെയുണ്ട്? 15 കോടിയോ? കൊള്ളാം കൊള്ളാം. തനിക്ക് സുഖമാണോ? നമ്മളുടെ ഡയബറ്റിക് കംപ്ലൈന്റ് അങ്ങനെ സ്റ്റഡി ആയിട്ട് നിൽക്കണു. സ്വർണത്തിന് വില കയറുന്നുണ്ടെങ്കിലും പണ്ടാരം എന്റെ ഷുഗറിന്റെ അളവ് കുറയുന്നില്ല. ശരി ശരി, നാളെ വിളിക്കാം. അരെ ശ്രീനിവാസ, സ്വർണത്തിന് വില 15 രൂപ കൂടി. അപ്പൊ 2018. ശരി ശരി. ശ്രീനിവാസ, ആ എളുവുന്ന തറകന്റെ കല്യാണ ഓർഡർ ശരിയായോ? ഇല്ലാനേക്ക് പണി ആയില്ല. എന്താണിത്? നാളെ കൊടുക്കാന്ന് പറഞ്ഞിട്ട് ഓർഡറല്ലേ? സുബ്രഹ്മണ്യം ദിവാകരനും ലീവാണല്ലോ. സുബ്രഹ്മണ്യന്റെ ഭാര്യ പ്രസവത്തിന് പോയിരിക്കുകയാണ്. കഴിഞ്ഞ മാസല്ലേ അവന്റെ ഭാര്യ ഡെലിവറി ആയത്? അത് അവന്റെ ഭാര്യയല്ല, വാസുദേവന്റെ ഭാര്യയാണ്. ശരി ശരി, ആരുടെ ഭാര്യയായിരുന്നാലും പ്രസവങ്ങൾ നടക്കണു, നമ്മുടെ കാര്യങ്ങൾ ഒന്നും നടക്കുന്നില്ല. മുതലാളി, ഒരാള് കാണാൻ വന്നിരിക്കുന്നു. ഭണ്ടാർ രാവിലെ പിരിവാണോ? പോകാൻ പറ. പിരിവാണെന്ന് തോന്നുന്നില്ല. എങ്കിൽ വരാൻ പറ. ആരാണോ എന്താണോ നമ്മളുടെ പാട്. സ്വർണ്ണക്കട എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് മുതലാളി, ആളുകൾ പോകും വരും. ഇതാണ്. എന്ത് വേണം? ഒരു ജോലി. അപ്പുറം തന്നെ സായക്കട, ഈ സ്വർണ്ണക്കടയാണ് ജ്വല്ലറീസ്. മനസ്സിലായോ തനിക്ക്? എനിക്ക് സ്വർണ്ണപ്പണി അറിയാം. സ്വർണ്ണപ്പണി അറിയാമെന്നോ? നോക്കിയിട്ട് തോന്നുന്നുണ്ടല്ലോ. എനിക്കറിയാം, നന്നായിട്ട് അറിയാം. അരെ ശ്രീനിവാസൻ, 2 പേർ ലീവ് ഉണ്ടല്ലോ. കുറച്ച് ദിവസത്തേക്ക് ഇവനെ അവിടെ വെച്ചാലോ? ശരി മുതലാളി. എന്താണ് നിന്റെ പേര്? ഉണ്ണികൃഷ്ണൻ. ഉണ്ണികൃഷ്ണൻ ഭഗവാന്റെ പേരാണ്. പേരൊക്കെ കൊള്ളാം. നല്ല പണിയായിരിക്കണം. എവിടെയാണ് നിന്റെ സ്ഥലം? തൃത്താല. തൃത്താല, അതും കൊള്ളാം. നിനക്ക് ഞാൻ ജോലി തറന്നു. ഒരു കണ്ടീഷൻ, സത്യസന്ധമായി ജോലി എടുക്കണം. സ്വർണമാണ് ഞാൻ കയ്യിൽ ഏൽപ്പിക്കുന്നത്. ദുഷ്ടവിചാരങ്ങൾ മനസ്സിൽ തോന്നും, അടക്കണം. എന്ന് വെച്ചാൽ നമ്മളുടെ കട അടപ്പിക്കണമെന്നല്ല ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. മനസ്സിലായോ? ഇനി ശമ്പളത്തിന്റെ കാര്യമെല്ലാം മാനേജർ സംസാരിക്കും. പിന്നെ എവിടെയാണ് നിന്റെ താമസം? അതിപ്പം ഇവിടെ എന്റെ അമ്മാവിന്റെ വീടുണ്ട്. അതും നല്ലത്. ശ്രീനിവാസൻ, ഇവനെ കൊണ്ടുപോയി ജോലിയെല്ലാം ഏൽപ്പിച്ചു കൊടുക്കൂ. നീക്കൂ നീക്കൂ, വരൂ വരൂ. അവന്മാർ യൂണിയനിൽ ചേരണം, കൊടി പിടിക്കണം എന്നൊക്കെ പറയും. ചേരരുത്. ചേർന്നു എന്നറിഞ്ഞാൽ അന്ന് നീ പുറത്ത് ചെല്ലു. നിങ്ങളുടെ സാധനം എടുത്തോളൂ. ഒരു ബീഡി കത്തിക്കാൻ 2 തീപ്പെട്ടിയാവുന്ന തോന്നുന്നു. ഒരു മുണഞ്ഞ ബീഡി. ഇതാ തീപ്പെട്ടി. അല്ല, മറ്റേ കാര്യം എന്തായി? ഒരു ചായ പോലും കുടിക്കായിരുന്നു പണിയുന്നുണ്ടില്ലേ? ബാക്കിയുള്ളവർക്ക് നീ പണി അറിഞ്ഞൂടാ. താനിങ്ങനെ രാവിലെ പോയി കൂനി പിടിച്ചു പണിതാലേ ബാക്കിയുള്ളവർക്ക് അതിന്റെ കേട്. പുത്തനച്ച് പെരപ്പുറം അടിക്കാന്ന് പറഞ്ഞ പോലെ പണിയട്ടെ, കുറെ കഴിയുമ്പോ മാറും. അപ്പഴേ നാളെ യൂണിയനിൽ ചേർന്നോളണം. എന്തിനാണോ ചോദിക്കുന്നത്? നാളെ രസീത് എഴുതി കൊടുത്ത് കാശ് വാങ്ങിക്കേ. അതാ അതിന്റെ ശരി. എന്താ കണ്ണാ?
എന്താണത്? വെള്ളരിക്ക, ഉള്ളി, പാവക്കാച്ചു. ഇത് തിന്ന് മടുത്തു. ഡയബറ്റീസ് ഉണ്ടെന്ന് കറിയു തന്നെ തിന്നറത്തുമോ? ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് മധുരം കറി പോലും കൊടുക്കരുതെന്നാ. ഇന്നെ വലിച്ചു പാരി തിന്ന സത്തുപോകും പണ്ടാരം. സത്തുപോട്ടാറം. ദമയന്തി, അരന്തന്തി, ഒരു ജിലേബി ദിക്കുവേ. എന്നാ ഒരു ലഡു ദിക്കുവേ. ലഡുവിന് മധുരം കുറവുണ്ട്. കണ്ണ, ഉള്ള സ്വീറ്റ്സ് എല്ലാം തിന്നാൽ സത്തുപോകും കണ്ണ. നീ സത്തുപോയാൽ പിന്നെ എനക്ക് ആരാ ഉള്ളത്? നിനക്കത് പറയാം. കണ്ടില്ലേ ഉള്ള സ്വീറ്റ്സ് എല്ലാം തിന്ന് പിടിച്ച് വയറും വീർപ്പിച്ചു വെച്ചിരിക്കണത്. എനിക്ക് ഷുഗർ ഇല്ല കണ്ണ. പാവക്ക ജ്യൂസ് കുടിക്ക്. തിർമൽ ദേവാ, എന്തൊരു കപ്പാണ് പണ്ടാറ്. ആറോ വന്നിരിക്കണു, പോയി നോക്ക. ഓച്ചഞ്ചോയ്. സർക്കിളാണ്, ഇറുക്കാൻ പറഞ്ഞു. മുഴുവനും കുടിച്ചല്ലോ കണ്ണൻ. നീ പറഞ്ഞാൽ നമ്മൾക്ക് കുടിക്കാതിരിക്കാൻ പറ്റുമോ? നല്ല കണ്ണൻ. തിരുവൽ ദേവാ, എന്തൊരു ബലം പണ്ടാറ. മാറു. ഗുഡ് മോർണിംഗ് മേനോൻ സർ. ഗുഡ് മോർണിംഗ്. ടിഫിൻ കളിക്കുകയായിരുന്നു ഞാൻ. ടിഫിൻ കളിക്കുന്നത് ഒരു യജ്ഞമാണ്. സ്വീറ്റ്സ് ഒന്നും തരില്ല ഇവൾ. അരെ ദമയന്തി, മേനോൻ സാറിന് കാപ്പി കൊടുക്കൂ. വേണ്ട, ഞാനിപ്പോ കഴിച്ചു വന്നേ ഉള്ളൂ. വേണ്ട. പിന്നെ എന്തൊക്കെയുണ്ട് മേനോൻ സാറെ വിശേഷങ്ങൾ? ഞാൻ കടയിൽ നോക്കി, പയ്യെ കണ്ടില്ല. ഈ ചെക്ക് തരാനാ വന്നത്. മേനോൻ സാർ എപ്പോ വേണമെങ്കിലും തന്നാൽ മതി. ഓർണമെന്റ്സ് കൊണ്ടുപോയിട്ട് കുറച്ച് ദിവസമായില്ലേ, ഇരിക്കട്ടെ. വെച്ചോളൂ. എന്തായി മായയുടെ കല്യാണം? പലതും വരുന്നുണ്ട്. ഇപ്പോ ഹോം സയൻസിന് പഠിക്കുകയല്ലേ. നല്ലത്. ആദ്യം ഗൃഹഭരണം പഠിക്കട്ടെ, എന്നിട്ട് മതി മാരേജ് ലൈഫ്. ഇവളുണ്ടല്ലോ ദമയന്തി, ഇവളെ ഞാൻ കല്യാണം കളിക്കുമ്പോ ഇവൾക്ക് 14 വയസ്സാ. ഇവൾക്ക് ഹോം പോയിട്ട് ഒരു വർക്കും അറിഞ്ഞുകൂടായിരുന്നു. എല്ലാം ഞാൻ പഠിപ്പിച്ചു കൊടുക്കേണ്ടി വന്നു. ഗൃഹഭരണം ചുമ്മാ ഇരിക്കണ്ണ. എന്താ ശരിയല്ലേ? ചേച്ചി, സാരി. എന്റെ സെലക്ഷൻ സാറിന് ഇഷ്ടപ്പെടുവോ? ഞാൻ ഇതല്ല പറഞ്ഞത്. ഇതൊരുമാതിരി പാണ്ടിക്കാർ കൊടുക്കുന്ന പോലെ. ഇതൊന്നും എനിക്ക് ഇഷ്ടമല്ലെന്ന് എനിക്കറിഞ്ഞൂടെ? അപ്പൊ സാറിന് വരാൻ പാടില്ലായിരുന്നോ? എനിക്ക് ഇഷ്ടമുള്ളത് ഞാൻ വാങ്ങി. വേണമെങ്കിൽ എടുത്താൽ മതി. എത്ര നേരമായി ഇവിടെ ഒന്നും പോയിട്ട്? എന്തെടുക്കായിരുന്നു ഇത്രയും നേരം? അച്ഛാ, വരുന്ന വഴി വണ്ടി ബ്രേക്ക് ഡൗൺ ആയി. പിന്നെ വർക്ക്ഷോപ്പിലാക്കിയിട്ടാ പോകുന്നത്. അല്ലെങ്കിലും നമ്മുടെ വണ്ടിയായിട്ട് പോയാ എപ്പോഴാച്ചാ വഴി കിടക്കാത്തത്? ആ പോലീസ് ജീപ്പിൽ പോയാൽ മതിയായിരുന്നു. ഡിപ്പാർട്ട്മെന്റ് ജീപ്പ് പേഴ്സണൽ കാര്യത്തിന് ഉപയോഗിക്കാനുള്ളതല്ല. ഓ, അച്ഛന്റെ ഒരു പ്രിൻസിപ്പിൾ. ഇവിടെ ഓരോരോ ഉദ്യോഗസ്ഥന്മാര് മലക്കറിയും മീനും വാങ്ങിക്കാനാ നീ ഉപയോഗിക്കുന്നത്. ആയിരിക്കാം, പക്ഷേ അതിനത്ര